ഇന്ത്യയിലെ പ്രധാന നാടകവേദിയായ കലാനിലയം സ്ഥിരം നാടകവേദിയും മൾട്ടിനാഷണൽ കമ്പനിയായ ഏരീസ് ഗ്രൂപ്പും ഒന്നിക്കുന്നു. ഏരീസ് ഗ്രൂപ്പിന്റെ കൊച്ചി ബ്രാഞ്ച് ഓഫീസിൽ വെച്ച് കലാനിലയം കൃഷ്ണൻകുട്ടി നായരുടെ മകൻ അനന്തപത്മനാഭനും ഏരീസ് ഗ്രൂപ്പ് സ്ഥാപക ചെയർമാൻ സോഹൻ റോയിയും ചേർന്ന് കരാറിൽ ഒപ്പുവെച്ചു. അതോടെ കലാനിലയം ഇനി അറിയപ്പെടുക ഏരീസ് കലാനിലയം ആർട്സ് ആൻഡ് തിയേറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലായിരിക്കും. ഏരീസും കലാനിലയവും സംയുക്തമായി ചേർന്നായിരിക്കും ഇനിയുള്ള പ്രവർത്തനങ്ങൾ. സോഹൻ റോയിക്ക് കലാമേഖലയോടുള്ള പ്രത്യേക താൽപര്യമാണ് ഏരീസ് കലാനിലയത്തിലേക്ക് എത്തിയത്. 7.1 ശബ്ദ മികവോടുകൂടിയായിരിക്കും ഇനി ഏരീസ് കലാനിലയത്തിന്റെ പ്രദർശനം. പുത്തൻ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി ആഗോളതലത്തിൽ പ്രദർശനം നടത്തുക എന്നതും ഏരീസ് കലാനിലയത്തിന്റെ ലക്ഷ്യമാണ്. രക്തരക്ഷസ്, കായംകുളം കൊച്ചുണ്ണി, കടമുറ്റത്ത് കത്തനാർ, ഗുരുവായൂരപ്പൻ, അലാവുദ്ദീനും അത്ഭുതവിളക്കും, നാരദൻ, കേരളത്തിൽ യേശുക്രിസ്തു തുടങ്ങിയ നാടകങ്ങളിലൂടെ പ്രേക്ഷകരിൽ വിസ്മയം സൃഷ്ടിച്ച കലാനിലയം ഏരീസ് ഗ്രൂപ്പിന്റെ ഭാഗമായതിൽ ഏറെ അഭിമാനം ഉണ്ടെന്ന് സോഹൻ റോയ് പറഞ്ഞു. കാണികളെ ഭയപ്പെടുത്തുകയും വിസ്മയപ്പെടുത്തുകയും മറ്റും ചെയ്യുന്ന തരത്തിൽ പ്രത്യേക രീതിയിലുള്ള നാടക അവതരണത്തിലൂടെയാണ് കലാനിലയം ശ്രദ്ധേയമായത്. നാടകം സിനിമ പോലെ നാടാകെ ഇളക്കി ജനമനസ്സുകൾ കീഴടക്കിയ കലാനിലയം ഇനി പുത്തൻ ആശയത്തോടെ വീണ്ടും നാടക പ്രേമികളിലേക്ക് എത്തുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഏരീസും കലാനിലയവും സംയുക്തമായി നാടകവേദിയിൽ ഇന്നുവരെ പ്രേക്ഷകർ കാണാത്ത രീതിയിലുള്ള വിസ്മയങ്ങൾ ഒരുക്കുമെന്ന് കൃഷ്ണൻ നായരുടെ മകൻ അനന്തപത്മനാഭൻ പറഞ്ഞു. നമസ്കാരം, എൻ്റെ പേര് കലാനിലയം അനന്തപത്മനാഭൻ. ഞാൻ കലാനിലയം കൃഷ്ണൻ നായരുടെയും കൊടുങ്ങല്ലൂർ അമ്മണിയമ്മയുടെയും മകനാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കലാനിലയം വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയാണ്. കലാനിലയത്തിൻ്റെ വേദി ഉണരുകയാണ്. കോവിഡിന് ശേഷം നമ്മുടെ കലാമേഖലകൾ, എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ മൊത്തം വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കലാനിലയം പഴയ നാടകങ്ങൾ വീണ്ടും അതുപോലെ അവതരിപ്പിച്ചാൽ ഇന്നും നാടകത്തിന് ആളുകൾ ഉണ്ടാവും എന്ന് കലാനിലയത്തിന് അറിയാം. പക്ഷേ ആ പുതിയ കാലത്തെ മാറ്റത്തിനനുസരിച്ച് പഴയ നാടകങ്ങൾ പുതിയ ഒരു പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കണം എന്നതുകൊണ്ട് കലാനിലയം ഒരു പുതിയ പ്രൈവറ്റ് കമ്പനി ആക്കിയിട്ട് മാറുകയാണ്. അതിൻ്റെ പേര് ഇനി മുതൽ കലാനിലയത്തിൻ്റെ പേര് ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അതായത് ഏരീസ് കലാനിലയം ആർട്സ് ആൻഡ് തിയേറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലായിരിക്കും കലാനിലയം ഇനി മുതൽ അറിയുക. അപ്പം ഈ ബഹുരാഷ്ട്ര കമ്പനിയായ ഏരീസും കൂടി ഒത്തുചേർന്നിട്ടായിരിക്കും ഇനിയുള്ള നാടകങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുന്നത്. പണ്ട് അവതരിപ്പിച്ചതിനേക്കാളും വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് കലാനിലയം ഇനി നാടകങ്ങൾ അവതരിപ്പിക്കുക. 10,000 സ്ക്വയർ ഫീറ്റാണ് സ്റ്റേജിൻ്റെ വിസ്തീർണം. അതുപോലെ കലാനിലയത്തിൽ ഇതിനകത്ത് അഭിനയിക്കുന്ന നടീനടന്മാർക്ക് ബോണസ്, ഗ്രാറ്റുവിറ്റി, പ്രോഡം ഫണ്ട് എന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും ഇനിയുണ്ടാവും. താമസവും സൗകര്യവും ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇത്തരം ഒരു മാറ്റം അവരുടെ അഭിനേതാക്കളുടെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർ നിൽക്കുന്ന ആ മീഡിയയോട് ഒരു ആത്മവിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം മാറ്റങ്ങൾ അവരുടെ ജോലിക്കാർക്കും അതിനുവേണ്ടി മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഏരീസ് കലാനിലയത്തിൻ്റെ ലോഗോ പ്രകാശനം നടന്നു. അതിൽ ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഫൗണ്ടർ ചെയർമാൻ സോഹൻ റോയ് ആണ് അവിടെ നമ്മൾ എറണാകുളത്ത് നിർവഹിച്ചത്. അദ്ദേഹം ഒരു വ്യവസായി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് എന്നതിനേക്കാൾ ഉപരി ഒരു കലാകാരനാണ്. കലയോട് വളരെയധികം സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് ഏരീസും കലാനിലയം കൂടി കൈകോർക്കാൻ ഏറ്റവും വലിയ കാരണം. ഇതിൻ്റെ പുതിയതായിട്ട് വരുന്ന കലാനിലയത്തിൻ്റെ സ്റ്റേജിൻ്റെ നിർമ്മാണം കൊടുങ്ങല്ലൂർ, അതായത് എൻ്റെ അമ്മയുടെ ജന്മനാടായ കൊടുങ്ങല്ലൂർ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ റിഹേഴ്സലുകൾ അടുത്ത ആഴ്ച തുടങ്ങി ഇതിൻ്റെ റിഹേഴ്സലുകളും ആരംഭിക്കും. പിന്നെ ആദ്യമായിട്ട് വരുന്നത് രക്തരക്ഷസ് നാടകം 2 ഭാഗങ്ങളിലായിട്ടായിരിക്കും ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൽ ഒട്ടേറെ പുതുമകൾ നിങ്ങൾക്ക് കാണാം. കഴിഞ്ഞ പ്രാവശ്യം നാടകം കണ്ടതിനേക്കാളും വളരെയധികം പുതുമകളോടെയാണ് ഈ നാടകം രംഗത്ത് അവതരിപ്പിക്കുന്നത്. ഇനി പുതുതായിട്ട് വരാൻ താല്പര്യമുള്ള അഭിനേതാക്കൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും കലാനിലയത്തിൻ്റെ ഈ പുതിയ വരവിനെ എല്ലാവിധ സഹകരണവും വേണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 1963 ശ്രീ കലാനിലയം കൃഷ്ണൻ നായർ നിലവിലെ നാടക സങ്കല്പത്തിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സ്ഥിരം വേദിയെന്ന ആശയവുമായി രംഗത്തെത്തി. 150-ലധികം കലാകാരന്മാർ കലാനിലയത്തിന്റെ ഭാഗമായിരുന്നു. സിനിമാ താരം ജഗതി ശ്രീകുമാറിന്റെ പിതാവ് ജഗതി NK ആചാര്യയാണ് കലാനിലയത്തിന്റെ നാടകങ്ങൾ രചിച്ചിട്ടുള്ളത്. സ്കൂൾ തലം മുതൽ തന്നെ കുട്ടികളിൽ നാടകത്തെക്കുറിച്ചുള്ള പഠനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യവും ഏരീസ് കലാനിലയത്തിനുണ്ട്. കലാനിലയത്തിന്റെ പുതിയ തിയേറ്റർ പ്രൊഡക്ഷനിലേക്ക് അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതി-യുവാക്കളെ ക്ഷണിക്കുന്നു. അഭിനേതാക്കൾക്ക് മികച്ച മാസ ശമ്പളത്തിനും മറ്റ് ആനുകൂല്യങ്ങൾക്കും പുറമെ സൗജന്യ ഭക്ഷണം, താമസം, ഇൻഷുറൻസ് എന്നിവയും കമ്പനി നൽകുന്നു. പ്രേക്ഷകർ എന്നും വിസ്മയത്തോടെ കാണാൻ കാത്തിരിക്കുന്ന കലാനിലയത്തിന്റെ നാടകത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ നടന്നുവരുന്നു.
കാലാനുസൃതമായ മാറ്റങ്ങളും പുത്തൻ സാങ്കേതിക വിദ്യകളും സമന്വയിപ്പിച്ച് പ്രേക്ഷകരെ അമ്പരപ്പിക്കും വിധമുള്ള സെറ്റുകളും തയ്യാറാകുന്നു. വരും മാസങ്ങളിൽ കലാനിലയത്തിന്റെ മാന്ത്രിക തൂണുകൾ മാറി വിസ്മയ ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ തുറക്കപ്പെടും. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.